ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗംഗൻ അഴീക്കോട്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നീതിമാനായ ന്യായാധിപൻ ശ്രീ മുസ്തഫ കമാൽ പാഷ, ഇവിടെ മംഗളപത്ര സമർപ്പണം നടത്തിയ എൻ്റെ സുഹൃത്തും മുൻ മന്ത്രിയുമായ ശ്രീ രാജേന്ദ്രൻ, ഏറെ പ്രിയങ്കരിയായ പാർവതി ചേച്ചി, ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയ ഇരിങ്ങൽ കൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സത്യത്തിൽ വളരെ കഷ്ടപ്പാടിലാണ്. കാരണം വെച്ചാൽ കുട്ടികൃഷ്ണന്മാരൊരു ഒരിക്കൽ പറയുന്നുണ്ട്, ആരെങ്കിലും നമ്മളോട് വല്ല എതിരും പറഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ചെന്ന് മറുപടി പറയാം. നമുക്ക് വല്ല ആനുകൂല്യം ചെയ്താൽ മുതുക് വളച്ച് സ്വീകരിക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. പവനൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം, അതും ന്യായാധിപൻ കമാൽ പാഷയിൽ നിന്ന് സ്വീകരിക്കുക, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അർഹിക്കുന്നതിലും ഇത്തിരി കൂടിയ ഒരു ബഹുമതിയാണ്. ഞാനത് ശിരസ് നമിച്ച് സ്വീകരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം എത്ര കനത്തതാണ് എന്ന് ഞാൻ ഈ സമയത്ത് തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്നേഹവും പരിഗണനയും ഞാൻ പൂർണ്ണമായും സ്വീകരിച്ചു. ഇതിൻ്റെ കൂടെ തന്ന ഈ കവറ് പവനൻ സ്മാരക സമിതിക്ക് എൻ്റെ സംഭാവനയായിട്ട് സ്വീകരിക്കണം. ഞാനത് ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് ഏറ്റുവാങ്ങാൻ അപേക്ഷിക്കുകയാണ്. പവനനെ എനിക്ക് പരിചയമായിരുന്നു. കുട്ടിക്കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റേതുപോലുള്ള ലേഖനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നാരായണ ഗുരുവിനെയും വാഗ്ഭടാനന്ദനെയും അയ്യങ്കാളിയെയും പൊയ്കയിലപ്പച്ചനെയും സനാവുള്ള മത്തിത്തങ്ങളെയും ഒക്കെ പറയാൻ നമ്മളാരും വിട്ടുപോകാറില്ല. അങ്ങനെ ആധുനിക കേരളം സൃഷ്ടിക്കുന്ന നവോത്ഥാന സംരംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിരീശ്വരവാദത്തിനുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഞാൻ ആ കൂട്ടത്തിൽ MC ജോസഫ്, കുറ്റിപ്പുഴ തുടങ്ങിയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഈയിടെ മരിച്ചുപോയ എൻ്റെ പ്രിയ സുഹൃത്ത് കലാനാഥൻ, മലപ്പുറത്തിരുന്ന് ജീവിതകാലം മുഴുവൻ പൊരുതിക്കൊണ്ടിരിക്കുന്ന ജബ്ബാർ മാഷ്, അനവധി ആളുകൾ. ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ഇവർക്ക് ഒരു പങ്കുണ്ട്. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി ആദ്യം ഒരു വാക്ക് പറയേണ്ടത്, ഞാനൊരു യുക്തിവാദിയല്ല. മനുഷ്യൻ 3 തരത്തിലാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആസ്തികവാദികൾ, അവരാണ് മഹാഭൂരിപക്ഷം. പിന്നെ ഒരു ന്യൂനപക്ഷം, ദൈവമില്ല എന്ന് വാദിക്കുന്ന നാസ്തികവാദികൾ. ഇതിൽ രണ്ടിലും പെടാത്ത ഒരുത്തനാണ് ഞാൻ. എൻ്റെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവമുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അതിനെപ്പറ്റിയൊക്കെ വിമർശനം ഉണ്ടാവും, അന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് മതം പഠിച്ചു. എൻ്റെ വാപ്പയ്ക്ക് എന്നെ ഒരു മുസ്ലിയാറാക്കണം എന്നായിരുന്നു മോഹം. അപ്പം മുസ്ലിയാരായിരുന്നെങ്കിൽ ചേകനൂരിന് കിട്ടുന്ന ശിക്ഷ അതിനു മുമ്പേ ഞാൻ മേടിച്ചു പോയിട്ടുണ്ടാവും എന്ന് ഉറപ്പിച്ചു. അപ്പോൾ എന്നെ ആകർഷിക്കുന്നത് പ്രധാനമായും ബുദ്ധൻ്റെ ഒരു വാക്യമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു,
ഈശ്വരനുണ്ടോ? ഞാൻ പറയാം എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ ഒരു സമയത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങ് ഈശ്വരനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അറിഞ്ഞുകൂടാന്ന് പറയുന്നത്? ബുദ്ധൻ പറയാണ്, നിങ്ങൾ പറയുന്ന തരത്തിൽ സർവജ്ഞനായി, സർവശക്തനായി, എല്ലായിടത്തും ഉള്ളവനായി, എപ്പോഴും എല്ലാം അറിയുന്നവനായി ഒരു മഹാശക്തിയായിട്ട് ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഉണ്ടായിക്കോട്ടെ, എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതെൻ്റെ ഈ ചെറിയ ബുദ്ധിയിൽ കൊള്ളുന്നില്ല, എനിക്ക് സങ്കല്പിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ആ വഴിക്കില്ല. അതേ ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ആദി ദൈവത്തിൻ്റെ നിഗൂഢതയെ പറ്റിയല്ല, മനുഷ്യൻ്റെ ദുരിതങ്ങളെ പറ്റിയാണ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്, ഐ എം വറീഡ് അബൌട്ട് ദി മിസറി ഓഫ് മാൻ. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. എന്താ കാരണം? ദൈവത്തെ കൊണ്ട് എനിക്കൊരാവശ്യമില്ല, പിന്നെ ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടാവില്ല, ദൈവമല്ലേ. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ചർച്ച ചെയ്യാനും തർക്കിക്കാനും ലഹള കൂടാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലഹളയ്ക്കൊന്നും ഞാനില്ല. ഇത് എത്രയോ കാലം ഞാൻ ആലോചിച്ചു, ഞാൻ പുസ്തകങ്ങൾ വായിച്ചു, അങ്ങനെ. അപ്പോൾ ഒരു അജ്ഞേയതാവാദിയായ, അഗ്നോസ്റ്റിക്കായ, സെക്കുലർവാദിയായ ഒരുത്തനാണ് ഞാൻ. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാവുന്നത് യുക്തിവാദികളുടെ കൂടെയാണ്. അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ചേകനൂർ മൗലവിയെ 93 ജൂലൈ 29 തട്ടിക്കൊണ്ടുപോയി കൊന്നു. ഇതിനെതിരായിട്ട്, അപ്പോൾ എനിക്കന്ന് അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്നില്ല. കാരണം എനിക്ക് മതമില്ലാത്ത, അദ്ദേഹത്തിന് മതപരിഷ്കർത്താവാണ്. അപ്പം ഞാൻ ഈ മതമില്ലാത്തൊരുത്തരാണ്. അതുകൊണ്ട് മൗലവി ഞാൻ തമ്മിലുള്ള വ്യക്തിബന്ധം മാത്രം. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കിടിലം തോന്നി, അദ്ദേഹത്തെ കൊന്നുപോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഒരിക്കൽ ചെയ്തത് 100 കത്തയക്കുകയാണ്. കാർഡിലാണ് എഴുതിയത്. ഒന്നാമത്തെ കത്ത് EMS-നായിരുന്നു, രണ്ടാമത്തത് VS-നായിരുന്നു, മൂന്നാമത്തത് ET ബഷീറിനായിരുന്നു. 100 കത്ത്. 2 പേര് മറുപടി അയച്ചു. ആദ്യം മറുപടി അയച്ചത് EMS, രണ്ടാമത് മറുപടി അയച്ചത് ET. EMS എഴുതി, പ്രിയപ്പെട്ട കാരശ്ശേരി, ഞങ്ങളൊരു ചെറിയ പരിചയമുള്ള വകയിലുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് എഴുതുക. കത്ത് കിട്ടി, മൗലവിയുടെ കാര്യം ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ആരാ മുഖ്യമന്ത്രി? അന്ന് കരുണാകരൻ. ET പിന്നെ കുട്ടിക്കാലത്ത് എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഒരു നീണ്ട കത്തയച്ചു. ഇദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിക്കുന്ന ഒരാൾ പവൻ. ഞാൻ ശരിക്കും അമ്പരന്ന്. കാരണം അന്ന് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ഇരുന്നിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊണ്ട് അവസാനം കൃഷ്ണനായർ മാഷോട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഇവിടെ ബസ് ഇറങ്ങി പതിവ് പോലെ കൃഷ്ണനായർ മാഷത്തേക്ക് പോവാണ്. അപ്പോൾ മാഷിനോട് പറഞ്ഞു, എടോ പവനൻ്റെ 80ാം ജന്മദിനാണ്, ഞാൻ അവിടേക്ക് പോവാണ്, തനിക്ക് വിരോധമല്ലേ വരാം? ഞാൻ പറയും, എന്താ മാഷെ സന്തോഷമല്ലേ? അപ്പോൾ ജവഹർ ഭവൻ അവിടെ ചേച്ചിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവസാനം കണ്ടത്. അന്ന് അദ്ദേഹത്തിന് നല്ല ഓർമ്മയും കഥയില്ലാത്തൊരു സ്ഥിതിയായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഇത്തരം സമരങ്ങൾക്ക് വേണ്ടി അടികൊണ്ട് ഓടിയ രംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ യുക്തിവാദ പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായ ജനാധിപത്യ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താണ് കാരണം വെച്ചാൽ, യുക്തിയില്ലാതെ ജനാധിപത്യത്തിൽ നിൽക്കാൻ പറ്റില്ല. സാമാന്യമായി നമ്മുടെ നാട്ടിൽ പുലരുന്നത് ഭക്തിയാണ്, അതിൻ്റെ വിപരീതം നമ്മുടെ നാട്ടിൽ യുക്തിയാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. സെക്കുലറിസം എന്നുള്ള വാക്ക് 1951 ജോർജ് ഹൈലോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചിന്തകൻ ആ വാക്കിന് രൂപം കൊടുക്കുന്നു. ആ വാക്കിന് രാഷ്ട്രീയ രംഗത്തെ എതിർപദം, വിപരീത പദം എന്ന് പറയുന്നത് സേക്രഡ്, വിശുദ്ധം. ചിലത് വിശുദ്ധമാണ് എന്നതാണല്ലോ ഭക്തി എന്ന് പറയുന്നത്. ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് BR അംബേദ്കർ ചെയ്യുന്ന പ്രസംഗത്തിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: വിമർശനാതീതമായി എന്തെങ്കിലും സ്ഥാപനമോ
അങ്ങനെ ഏതെങ്കിലും പ്രസ്ഥാനമോ ആശയമോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. അത് മതക്കാരുടെ വഴിയാണ്, രാഷ്ട്രീയത്തിൻ്റെ വഴിയല്ല. അത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുന്ന ആ വാക്യം എങ്ങനെയാണ് പുലരുക എന്ന് കൂടെ 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 ഇന്ത്യ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ, മോദി വാരാണസിയിൽ ആദ്യം മത്സരിക്കാൻ പോയപ്പോൾ പറഞ്ഞു ഗംഗാമാതാവ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ അദ്ദേഹം പറയാണ് എന്നെ ദൈവം അയച്ചതാണ്. ഞങ്ങളുടെ നാട്ടിലൊരു തമാശയുണ്ട്. അവിടെ ഒരാൾ വാദിച്ചു, ഞാൻ നബിയാണ്, എന്നെ അള്ളാഹു അയച്ചതാണ്. വലിയ വാദം. അപ്പോൾ മതപണ്ഡിതന്മാർ മുസ്ലിംമാരൊക്കെ വന്നു. 6-7 ദിവസം നീണ്ടു നിന്ന തർക്കമാണ്. ആ തർക്കത്തിൽ ഇവരെപ്പോഴും തോറ്റു. ഇയാൾ വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു മുസ്ലിം പോകുന്ന ഒരു കാളവണ്ടിയിലാണ്. അപ്പോൾ കാളവണ്ടിക്കാരൻ മുസ്ലിമരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നോട്ടിരിക്കും, ഇന്ന് ഞാൻ വാദിക്കണം. അപ്പോൾ മുസ്ലിം വാദിച്ച് കുഴങ്ങിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ താൻ വാദിക്കും, നീ വാദിക്കുന്ന. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ എൻ്റെ വാദം? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നബിയാണ്, എന്നെ അള്ളാഹു അയച്ചതാണ്. അപ്പോൾ കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവാണ്, ഞാൻ നിന്നെ അയച്ചിട്ടില്ല. പ്രശ്നമുണ്ട്. ഇതാണ് സിമ്പിൾ ലോജിക് എന്ന്. ഇതിനേക്കാളും വലിയ ലോജിക്കല്ല. അത് തീർന്നു, പ്രശ്നം തീർന്നു. അതുപോലെ നമുക്ക് ജനങ്ങൾക്ക് നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, ഞങ്ങളാണ് ദൈവം, നിന്നെ അയക്കണോ വേണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അതിവിടെ തീരുമാനിച്ചു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അത് തീരുമാനിച്ചു. എനിക്ക് സത്യം പറയാം, ഇന്ത്യൻ ജനാധിപത്യത്തെപ്പറ്റി 77-ൽ തോന്നിയ അഭിമാനം എനിക്ക് പിന്നെ തോന്നി ഇപ്പോഴാണ്, 2024. ആ കാലത്ത് ഞാൻ പത്രപ്രവർത്തകനാണ്. ഞങ്ങളാരും ഒരു പത്രപ്രവർത്തകനും സാമാന്യമായിട്ട് അന്ന് കണക്കാക്കിയിട്ടില്ല ഇന്ദിരാഗാന്ധി ഈ അളവിൽ തോറ്റുപോകും. ഞാൻ മാതൃഭൂമിയിലായിരുന്നു. മാതൃഭൂമി അന്ന് കോൺഗ്രസ് പത്രമാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ UP-യിൽ BJPക്ക് തോൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഈ ക്ഷേത്ര രാഷ്ട്രീയവും പശുരാഷ്ട്രീയവും കൊണ്ട് ഇത് മുഴുവൻ വൈകാരികമാക്കിയിട്ട്, അതാണ് യുക്തി ഇല്ല, വിജ്ഞാനമില്ല, വിവേകമില്ല, വിചാരമില്ല, മുഴുവൻ വികാരമാണ്. അങ്ങനെ ആ വികാരം കത്തിച്ചിട്ട് നിങ്ങൾക്ക് ഈ നാട് ഇങ്ങനെ കുട്ടിച്ചോറാക്കാൻ പറ്റില്ല എന്ന് നിരക്ഷരരും, ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കേണ്ട സമയമാണിത്. നിരക്ഷരരായ സ്ത്രീകൾക്കും കൂടി വോട്ട് കൊടുക്കുകയാണെങ്കിൽ നെഹ്റു പറയും അവർ വോട്ട് ചെയ്യട്ടെ. നമ്മൾ ആദ്യത്തെ ഇലക്ഷനിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ വോട്ട് ചെയ്തു. അപ്പോൾ ഈ തരത്തിൽ മതക്കാർക്ക് തട്ടിയെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു സാധനം, ഭാഗ്യത്തിന് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ജനങ്ങളുടെ ഒരു 7ാം ഇന്ദ്രിയത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് വലിയ ഭാഗ്യമായി. ഞാനൊരു പ്രവാചകനായിട്ട് പറഞ്ഞിട്ട് ഭാഗ്യമായി അത്. കാരണം എൻ്റെ ജനങ്ങളിലുള്ള വിശ്വാസം. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അവർ വോട്ടിനെ പറ്റിയല്ല പറഞ്ഞത്. മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട്, നായർ വോട്ട്, ഇവിടെ പൊളിറ്റിക്കൽ വോട്ട് അവിടെ പോയി. കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മുസ്ലിം ലീഗുകാരുടെയും സോഷ്യലിസ്റ്റുകാരുടെ ഒക്കെ വോട്ട് എവിടെ? അതൊക്കെ വോട്ട് ബാങ്ക് ആക്കി വെച്ചിട്ട് വർത്തമാനം പറയാം. അപ്പം ഞാൻ നമ്മുടെ ജനാധിപത്യം എത്ര ദുർബലമാണ്, അതെങ്ങനെയാണ് മതവും രാഷ്ട്രീയവും കച്ചവടവും ഒന്നിച്ചു കൂടിയിട്ട് ഒരു ക്ലസ്റ്റർ ആവുന്നത് എന്ന് എനിക്ക് ഈ ചേകനൂർ സമരത്തോടു കൂടിയാണ് വ്യക്തിപരമായി ബോധ്യമായത്. അപ്പോൾ യുക്തിവാദ പ്രസ്ഥാനം ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒന്നും ഈ നാട്ടിലില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് ജനാധിപത്യത്തിൻ്റെ അടിവേരെന്ന് പറയുന്നത്. ചോദ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ യുക്തിയില്ലാത്തത് വലിയ തമാശ. ഞാനിന്നാൾ കേട്ടോ, നമ്മുടെ യുക്തിവാദികളെ പറ്റി ഒരു യുക്തിവാദികളെ കളിയാക്കിയിട്ട് ഉള്ളൊരു തമാശ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്നുവെച്ചാൽ, യൂറോപ്പിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, കസേരയുടെ മേശയുടെ മുകളിൽ കുതർലാടം അടിച്ച് കയറ്റിയാൽ ഭാഗ്യം വരും. ഈ അന്ധവിശ്വാസമൊന്നും അവിടെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലൊക്കെ വേണ്ടതിലധികം അന്ധവിശ്വാസമുണ്ട്. ദയവായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിചാരം അവിടെ ഒന്നും ഇതൊന്നും ഇല്ലാന്ന്. ഇവിടെയുള്ള അത്രയും വിഡ്ഢികൾ അവിടെയുണ്ട്. അതുകൊണ്ട് അത്രയും അന്ധവിശ്വാസം അവിടെ ഉണ്ടാവും, അതിലൊന്നും തർക്കമില്ല. അപ്പോൾ റഷ്യയിൽ ഒരു പ്രൊഫസറുടെ, കെമിസ്ട്രി പ്രൊഫസറുടെ മേശപ്പുറത്ത് ലാടം അടിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചോദിച്ചു, ഇതെന്താ, ഇതുകൊണ്ടൊക്കെ ഭാഗ്യം വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പറഞ്ഞു, അയ്യോ ഞാൻ അടിച്ചതല്ല, അതെൻ്റെ ഒരു സുഹൃത്ത് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അയാളോട് പറയാൻ പാടില്ലല്ലോ, എനിക്കിതൊന്നും വിശ്വാസമില്ല. ഞാൻ അവനോട് പറഞ്ഞു എനിക്കിതൊന്നും വിശ്വാസമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, വിശ്വാസം ഇല്ലെങ്കിലും ഭാഗ്യം വരും, എന്നാൽ പിന്നെ അവിടെ വന്നോട്ടെ ഞാനും വിചാരിച്ചു. നമ്മുടെ യുക്തിവാദത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് എപ്പോഴാണ് ഇവിടെ ബഷീർ പറയും സമാധാനപരമായ യുദ്ധം, നല്ല വാക്കല്ലേ. ശബരിമല പ്രശ്നം വന്നപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ പവനും കുറ്റിപ്പുഴയും MC ജോസഫും കലാനാഥനും ഒക്കെ ജോലി ചെയ്ത് ഈ നാട്ടിൽ ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാവും, എന്താ, ആചാര സംരക്ഷണമാണ് നവോത്ഥാനം. അപ്പം എനിക്ക് ഓർമ്മ വന്നത് ബഷീറിൻ്റെ ഈ തമാശ, ഏത് സമാധാനപരമായ യുദ്ധം, ആചാര ലംഘനമാണ് നവോത്ഥാനം എന്നുള്ള വളരെ ചെറിയൊരു ലോജിക്ക്. അതാ, ഇതൊക്കെ ലോജിക്കാണ്, ഇതൊക്കെ യുക്തിയാണ്. അപ്പം ഞാൻ അന്ന് എന്താ തമാശ, സുപ്രീം കോടതി പറയാണ് എന്ത്, ഭരണഘടന അനുശാസിക്കുന്ന തുല്യതയ്ക്കുള്ള അവകാശം, സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ ഉള്ളത് ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ കോടതിക്കുണ്ട്. അതുകൊണ്ട് പ്രായവ്യത്യാസം നോക്കാതെ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കാൻ അവർക്ക് അനുവാദം നൽകേണ്ടതാണ്. ഉടനെ BJP അതിനെ സ്വാഗതം ചെയ്യുന്നു, കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുന്നു, LDF അത് ആഘോഷിക്കുന്നു. നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ BJPക്ക് മനസ്സിലായി ഇത് തിരിച്ചാണ് നല്ലത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരതിനെ എതിർത്തു. അതിൻ്റെ പിറ്റേന്ന് കോൺഗ്രസ് എതിർത്തു. 2 മാസം കഴിഞ്ഞപ്പോൾ LDF എതിർത്തു. ഇപ്പോൾ ആർക്കും പ്രശ്നമില്ല. സുപ്രീം കോടതി വിധിയാണിത്. ഇതിൻ്റെ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിൽ ശനിദേവൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാത്ത അന്യായമാണെന്ന് പറഞ്ഞപ്പോൾ ബോംബെ ഹൈക്കോടതി അത് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഹാജി അലി എന്ന് പറഞ്ഞ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമുണ്ട്, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവിടെ ഇതേ പ്രശ്നമുണ്ട്, അതും കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്താരെന്നറിയാം, കൊടുത്തത് മഹാരാഷ്ട്ര അന്ന് ഭരിക്കുന്ന BJPക്കാരനായ മുഖ്യമന്ത്രി ഫട്നാവിസ്. ഇതേ പാർട്ടിയുടെ ആളുകളാണ് ഇവിടെ ഏത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പിന്നെ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് ലേഖനം എഴുതുന്ന ആൾക്കാർ നമ്മുടെ ഓ രാജഗോപാലൊക്കെ. അപ്പോൾ അമ്പരപ്പോട് കൂടി ഞാനും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്, ജനാധിപത്യത്തിൻ്റെ കാലമാണ് അന്ധവിശ്വാസങ്ങളുടെ കാലം. 1924-25 കാലം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം, അഖിലേന്ത്യാ പ്രസിദ്ധമായ സമരം, അത് നടക്കുമ്പോൾ രാജാധിപത്യമാണ്. പിന്നെ 1931 ഗുരുവായൂർ സത്യാഗ്രഹം, ഇവിടെ രാജാധിപത്യമാണ്. ബ്രിട്ടീഷുകാർ പോയി, രാജാക്കന്മാർ പോയി, പിന്നെന്ത് വേണം? പിന്നെ നമുക്ക് നവോത്ഥാനം വേണ്ട, തീർന്നല്ല. അപ്പോൾ യുക്തിവാദികളെ ആർക്കും വേണ്ട. പവൻ എന്തുകൊണ്ടാണ് അവഗണിക്കപ്പെടുന്നത്? ഇത് കൈകൊള്ളുന്ന ഏർപ്പാടാണെന്ന് യുക്തിവാദം എന്ന് പറഞ്ഞാൽ. കാരണം ആലോചിച്ച് നോക്കൂ, ചേകനൂർ മൗലവിക്ക് എന്തു പറ്റി എന്ന് കേരള നിയമസഭയിൽ ഒരാളും ഒരിക്കലും സ്പീക്കറോട് ചോദിച്ചിട്ടില്ല. 17 കൊല്ലം ഞങ്ങൾ സമരം നടത്തി. ഏതെങ്കിലും ഒരു മെമ്പർ ഏതെങ്കിലും പ്രതിപക്ഷ ഭാഗത്തോ ഭരണപക്ഷ ഭാഗത്തോ വന്നിട്ട് സർ എന്താണ് ഈ കേൾക്കുന്നത്? 25 കൊല്ലം പത്രം നടത്തിയ 18 പുസ്തകങ്ങൾ എഴുതിയ പണ്ഡിതനായ പരിഷ്കർത്താവായ ഒരാളെ കാണാനില്ല എന്ന് പറയുന്നു. അത് ആ മന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട്, മുഖ്യമന്ത്രിയോട് വിശദീകരിക്കാൻ പറയൂ എന്ന് പറയണ്ടേ? പറഞ്ഞിട്ടില്ല. ഇനി പറയോ? ഇനിയും പറയില്ല, ഇനിയും പറയില്ല. ചില മീറ്റിങ്ങിലൊക്കെ ചില നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്, ഞാനൊന്നില്ല എന്ന് പറയും. അപ്പോൾ പവനൻ ഒരു പോരാളിയായിരുന്നു ജീവിതത്തിലുടനീളം. അപ്പോൾ പ്രായം അദ്ദേഹത്തെ ബാധിച്ചില്ല. നമ്മുടെ യുക്തിവാദികൾക്ക് പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് എന്താണ്, ഒരു 60-65 ആകുമ്പോൾ പെൻഷൻ ഭക്തി എന്നൊരു പരിപാടി. എന്ന് വെച്ചാൽ പെൻഷൻ പറ്റിയാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം മുസ്ലിങ്ങളാണ് 5 നേരം നിസ്കരിക്കുക, നല്ല പണിയാണ്. വേറെ പണിക്കൊന്നും നേരം ഉണ്ടാവില്ല, 5 നേരം. അത് എന്നോട് ഒരുത്തം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ 5 നേരം നിസ്കരിച്ചിട്ട് ഒരു സ്വർഗം ഉണ്ട്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത്ര വലിയ പണിയായി, ആ സ്വർഗം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റണം. അപ്പോൾ KT മുഹമ്മദ്
13-ാമത്തെ വയസ്സിൽ നിരീശ്വരവാദിയാണ്, നിർമ്മതവാദിയാണ് എന്ന് പ്രഖ്യാപിച്ച രംഗത്ത് വന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന മാതിരി നാടകങ്ങളും സിനിമകളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ വളരെ അടുപ്പായിരുന്നു. അവസാന കാലത്ത് ഞാൻ ചോദിച്ചു, എല്ലാ തിരക്കും ആരുമില്ല ഒന്ന്. അത് ഞാൻ കേട്ടി ദൈവത്തെപ്പറ്റിയോ മതത്തെപ്പറ്റിയോ ഇപ്പോൾ മാറി വല്ലതും ആലോചിക്കുന്നുണ്ടോ? അവനോട് വെച്ച് നീ എന്താ വിചാരിച്ചത്? KT മുഹമ്മദ് ഒന്നേ ഉള്ളൂ. ഏത് പ്രായത്തിൽ അവൻ ഒന്നേ ഉള്ളൂ. ദൈവമില്ല എന്നവന് ബോധ്യമുണ്ട്. അത് എന്നേക്കും ഉള്ളതാണ്. വെറുതെ പറഞ്ഞതല്ല. അത് വാർദ്ധക്യം വരുമ്പോൾ, അസുഖം വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, ആളില്ലാതെ ആകുമ്പോൾ മാറാനുള്ളതല്ല എന്ന് KT പറയും. അങ്ങനെ നമ്മുടെ നാട്ടിൽ പല ആളുകളും, ഞാൻ അവരെ കുറ്റമായിട്ട് പറഞ്ഞല്ല, അവരുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ അവശതയിലും നിസ്സഹായതയിലുമൊക്കെ പലരും, എനിക്ക് ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരാൾ കുട്ടികൃഷ്ണമാരാരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്, പ്രത്യേകിച്ച് ഭാരതപരൻ തുടങ്ങിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് യുക്തി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു 15 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹം പിന്നെ ഭക്തിയുടെ മാർഗത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം നേരത്തെ എഴുതിയ ലേഖനങ്ങൾ, വാൽമീകിയുടെ രാമൻ, ചിരഞ്ജീവി വിഭീഷൺ തുടങ്ങിയുള്ള അതിപ്രസിദ്ധമായ ലേഖനങ്ങളൊക്കെ അദ്ദേഹം തള്ളിപ്പറയും. അദ്ദേഹത്തിൻ്റെ ആരാധകനായ PK ബാലകൃഷ്ണൻ പറയും പോലെ ആ തള്ളിപ്പറത്തിലൊക്കെ പഴയ ലേഖനത്തിൻ്റെ ശക്തി കൂട്ടിയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിനും പരിഗണനയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതൊക്കെ മുഴുവൻ ഞാൻ അർഹിക്കുന്നതാണെന്ന് വെച്ചിട്ടല്ല ഞാൻ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ഇവർക്കൊക്കെ അഭിപ്രായമുണ്ട് എന്നുള്ള നിലയ്ക്ക് അത് ഒരു ഉപദേശമായിട്ട് ഞാൻ അതെടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. എന്താ കാരണം വെച്ചാൽ ഒരു ദൗത്യമായിട്ട് ഇത് ഏറ്റെടുക്കേണ്ട ഒന്നാണ് ഈ തരത്തിലുള്ള. അതായത് ഇപ്പോൾ എന്താണ് സംഗതി, വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. അപ്പോൾ മതേതരത്വത്തിൻ്റെ ഒരു പണി മതപൗരോഹിത്യത്തെ എതിർക്കലാണ്. ഒരു സംശയം വേണ്ട. ഒരു മതരഹിത സമൂഹം ഉണ്ടായാൽ മാത്രമേ മതേതരത്വം നടപ്പാവൂ എന്ന് വിചാരിക്കുന്ന യുക്തിവാദികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, മതരഹിത സമൂഹവും മതേതര സമൂഹവും രണ്ടാണ്. 1948 അൽബേനിയയിൽ അൻവർ ഹോസ്റ്റ് അധികാരത്തിൽ വരും. ആരോ അൻവർ ഹോസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ അൽബേനിയയിൽ അധികാരത്തിൽ വരും. അപ്പം നമ്മൾ വിചാരിക്കും തെരഞ്ഞെടുപ്പിലൂടെ ആദ്യത്തെ അധികാരത്തിൽ വന്ന ആൾ EMS അല്ലേ, 57 EMS മിനിസ്ട്രി അല്ലേ? അത് ആണ്. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അൻവർ ഹോസ്റ്റയുടെ പാർട്ടിയുടെ പേര് ലേബർ പാർട്ടി ഉണ്ടായിരുന്നു, അതിന് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല. അദ്ദേഹം വലിയ മതവിരുദ്ധനായിരുന്നു. അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട പണി മതം നിരോധിക്കുകയാണ്. എൻ്റെ അറിവിൽ ലോകത്തൊരു രാഷ്ട്രത്തിലാണ് മതം നിരോധിച്ചത്, അത് അൽബേനിയല്ല. എന്നിട്ട് മുസ്ലിം പുരോഹിതന്മാർ, അവിടെ അന്ന് കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്, പിന്നെ രണ്ടാമത് മുസ്ലിങ്ങളാണ്, അവരൊക്കെ പാടത്തും പറമ്പിലൊക്കെ പണിക്ക് പറഞ്ഞയച്ചു. അതിന് വിസമ്മതിച്ചവരൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ ചർച്ചുകളുടെയും മസ്ജിദുകളുടെയും ഒക്കെ സ്ഥലങ്ങളൊക്കെ ഗവൺമെൻറ് പിടിച്ചെടുത്തു. ഒന്നും പറയണ്ട. 23 കൊല്ലം ആ നിരോധനം നിലനിന്നു. അദ്ദേഹം മരിച്ച് പിന്നെ 5 കൊല്ലം ആ നിരോധനം നിലനിന്നു. ആ നാട്ടിലെ ഒരാൾ നിങ്ങൾ നല്ലപോലെ അറിയും, മദർ തെരേസ, അൽബേനിയക്കാർക്ക്. മദർ തെരേസ പിന്നെ ഒരിക്കലും അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അവരെ സ്വീകരിക്കാൻ പോയതിൽ അൻവർ ഹോസ്റ്റയുടെ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. ലേബർ പാർട്ടി തന്നെ ആ നിരോധനം എടുത്തു കളഞ്ഞു. അപ്പോൾ വലിയ ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മതത്തെപ്പറ്റി ഇപ്പോൾ എനിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ആലോചന, മതത്തിൻ്റെ കൂടെ ചീത്തയായ പലതും ഉള്ള മാതിരി നല്ലതായ പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാഹിത്യം, സംഗീതം, കലാരൂപങ്ങൾ, ഹിന്ദു പാരമ്പര്യത്തെ നിങ്ങൾക്ക് വിമർശിക്കാം. കഥകളി വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? ചെറിയ ഉദാഹരണം പറയണേ. അല്ലെ തുള്ളൽ, അല്ലെ മുസ്ലിം പാരമ്പര്യത്തെ വിമർശിക്കാം. മാപ്പിളപ്പാട്ട് വേണ്ടാന്ന് വയ്ക്കേണ്ട ആവശ്യമുണ്ട്, ഒപ്പന വേണ്ടാന്ന് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു സംസ്കാരം മുഴുവൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് മൂല്യങ്ങളെപ്പറ്റി ചർച്ച ഉണ്ടാവും, മൂല്യങ്ങളെപ്പറ്റിയുള്ള വലിയ ആധികളുണ്ടാവും. ആ മൂല്യങ്ങൾക്കെതിരായി അവർ തന്നെ പ്രവർത്തിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ്? എല്ലാവർക്കും സുഖം ഭവിക്കുമാറാകട്ടെ എന്ന്. അത് യാതൊരു വ്യത്യാസമില്ല. ഇത് പറയുന്ന കൂട്ടരാണ് ജാതി കണ്ടുപിടിക്കുന്നത്. കണ്ടോ?
ലോകത്തിലെ ഏറ്റവും ഹീനമായ ഒരു ഏർപ്പാടിൻ്റെ പേരാ ജാതി. വേറെ ലോകത്തിൽ ഒരു ചരിത്രവും ഇത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ സതി കണ്ടുപിടിച്ച രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. അപ്പോൾ ഇപ്പോൾ യുക്തിരഹിതമായി തീർന്ന നമ്മുടെ ജനാധിപത്യം എങ്ങനെയാണ് നീതിരഹിതവും തുല്യതാവിരുദ്ധവും ആയിത്തീരുന്നതിനൊരു ഉദാഹരണം ഞാൻ പറയാം. BJPക്ക് അവർ അവകാശപ്പെട്ട മാതിരി 400 സീറ്റ് കിട്ടി അവർ ജയിച്ചു, അവരുടെ വലിയൊരു പാർലമെൻറ്റ് നിലവിൽ വന്നു സങ്കല്പിക്കുക. രാജ്യസഭയിലും ലോക്സഭയിലും അവർക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അവരുടെ ഒരു MP ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവരുന്നു. എന്താ ബില്ല് പറയുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം സതി അനുഷ്ഠിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് അതിന് അവകാശം കൊടുക്കേണ്ടതാണ്. ആ ബില്ല് പാസ്സാവും. ആ ബില്ല് പാസ്സാവും. അവിടെയാണ് ഇന്ത്യ എത്തിയത്. ഞാൻ പറഞ്ഞു 1829 വില്യം ബെൻഡിങ്ങിൻ്റെ കാലത്ത് നിരോധിച്ച സാധനമാണ് സതി. എങ്ങനെയുണ്ട്? 200 കൊല്ലം കഴിഞ്ഞാലും 300 കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ പോലെ. കാരണം ഇപ്പോൾ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാ പഠിക്കുന്നത്, എന്തൊക്കെയാ പറയുന്നത്, പ്രധാനമന്ത്രി ശാസ്ത്രകാരന്മാർ ഇതൊക്കെ പറയുന്നത് യാതൊരു യുക്തിയില്ലാത്ത വർത്തമാനം. ഇത് വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ്, ഒക്കെ രണ്ടാമത് കണ്ടുപിടിക്കുക ഇന്ത്യയിൽ. അത് വലിയ മിടുക്കാണ് ഇന്ത്യയിൽ. അപ്പം ടെസ്റ്റ് ട്യൂബ് ശിശു വന്നു, ഉടനെ കണ്ടുപിടിച്ചത് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ആര്? ദുര്യോധനൻ ആണല്ലോ. ദുര്യോധനൻ അങ്ങനെ ഉണ്ടായത്. കൗരവർ 100 പേര് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തെ പരിഹസിക്കുകയും ശാസ്ത്രബോധത്തെ നിന്ദിക്കുകയും യുക്തിയെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒന്ന് ജനാധിപത്യമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഈ യുക്തിരാഹിത്യമാണ്. കാരണം മതക്കാരെ, എന്താ പറഞ്ഞാൽ പുരോഹിതന്മാരെ കേട്ടോ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു പുരോഹിത വേഷധാരി, പേരും അങ്ങനെ വേഷവും അങ്ങനെ, UP-യിലിരിക്കുമ്പോഴാണ് ഈ തിരിച്ചടി വരുന്നത്. അപ്പോൾ ആ വേഷം കെട്ടി വന്നാൽ, മുണ്ടൻ ചെയ്ത ശിരസുമായിട്ട് വന്നാൽ, യോഗി എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ അപ്പുറപ്പുറം ആലോചിക്കാതെ വോട്ട് ചെയ്തോളൂ എന്നുള്ള സങ്കല്പം പോവുകയാണ്. അപ്പോൾ ഈ യുക്തിവാദി സദസ്സ് കേട്ടിരിക്കേണ്ട ഒരു കഥ കൂടി പറഞ്ഞ് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ വിചാരിക്കും. ഗാന്ധി ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമാണ്. ഗാന്ധി ഇരിക്കുന്ന കാലത്ത് മിക്കപ്പോഴും ആളുകൾക്ക് അദ്ദേഹത്തെ മനസ്സിലാവുന്നില്ല. അനുയായികൾക്ക് മനസ്സിലാവാൻ വിഷമാണ്, അപ്പോൾ പ്രതികൂലികൾക്ക് മനസ്സിലാവാൻ വളരെ വിഷമാണ്. അപ്പോൾ അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ ഒരു കാര്യം കണ്ടെത്തി. ഗാന്ധി പഠിക്കുന്ന കാലത്ത് ചാൾസ് ബ്രാഡ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു യുക്തിവാദി അവിടെ ലണ്ടനിൽ മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഗാന്ധി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പത്രക്കാരൻ ചോദിച്ചു, ബാപ്പു ഇങ്ങനെ ഞാൻ കേട്ടത് ശരിയാണോ? ഗാന്ധി പറഞ്ഞു ശരിയാണ്. അങ്ങ് എന്തുകൊണ്ടാണ് പങ്കെടുത്തത്? അപ്പോൾ ഗാന്ധി പറഞ്ഞു, ദൈവത്തിൻ്റെ സ്ഥാനത്ത് യുക്തിയെ പ്രതിഷ്ഠിച്ച ആളാണ് അദ്ദേഹം. എങ്ങനെ? ദൈവത്തിൻ്റെ സ്ഥാനത്ത് യുക്തിയെ പ്രതിഷ്ഠിച്ച ആളാണ് അദ്ദേഹം. ഗാന്ധി പറയുന്നതും നിങ്ങൾ പറഞ്ഞിട്ട് എവിടെ വ്യത്യാസമുണ്ട്? കാരണം ഗാന്ധിക്ക് ദൈവം എന്ന് പറയുന്നത് സത്യമാണ്, അല്ലാതെ ഒരു രൂപമല്ല, ഒരു പ്രതിഷ്ഠയല്ല. അതേ ഒരിക്കൽ പറയുന്നുണ്ട്, നാസ്തികൻ്റെ നാസ്തികത്വം പോലും അവിടുന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു ആചാരത്തെ പറ്റിയോ ഒരു പ്രതിഷ്ഠയെ പറ്റിയോ അല്ല ഗാന്ധി സംസാരിക്കുന്നത്. ഗാന്ധി സംസാരിക്കുന്ന മൂല്യങ്ങളെ പറ്റിയാണ്, യുക്തിവാദികൾക്കും പറയാനുള്ള മൂല്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ കൃഷ്ണനെന്ന് തോന്നുന്നു ഒരു ലേഖനം ഞാൻ അയച്ചു തന്നത് കൃഷ്ണൻ ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ മൂല്യങ്ങൾ വീണ്ടെടുക്കുക, അതാ മൂല്യം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ നീതിയാണത്. നീതിയാണ് നമുക്ക് വേണ്ടത്, ജനാധിപത്യത്തിന് വേണ്ടത്. നീതിക്ക് വേണ്ടത് തുല്യതയാണ്. ഈ ജാതിക്കാരും മതക്കാരും എപ്പോഴും അതിനെയാണ് തള്ളിക്കളയുക. അപ്പോൾ നമ്മൾ ഇന്ന് രാമനെ പറ്റിയല്ലേ ഗാന്ധി പറയുന്നത്? അതെ. രാമനെ പറ്റിയല്ലേ BJP പറയുന്നത്? അതെ. അപ്പോൾ ഞാനത് പറഞ്ഞു, രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം
എന്ന് ഗാന്ധി നിരന്തരം പാടാൻ പറയുന്നുണ്ട്. പക്ഷെ ഗാന്ധി അവിടെ നിർത്തിയില്ല. ഗാന്ധി എന്ത് ചെയ്തു? രണ്ടുപേരോട് കൂട്ടിച്ചേർത്തു. ഈശ്വർ അല്ലാഹ് തെരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ. ഈശ്വരൻ എന്നതും അള്ളാഹു എന്നതും നിൻ്റെ പേര് തന്നെ. അല്ലയോ ഭഗവൻ, നീ എല്ലാവർക്കും സദ്ബുദ്ധി പ്രദാനം ചെയ്യണമേ. 2024 ജനുവരി 22 രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ രാംധുൻ എന്നു പേരായ ഈ പാട്ടുപാടി, ഈ ഭജൻ പാടി രഘുപതി രാഘവ രാജാറാം, അതിൽ ഈ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. വ്യത്യാസം ഇതിവിടെയാണ് വ്യത്യാസം. രാമൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ദൈവമാണ് എങ്കിൽ ഗാന്ധിക്ക് അത് ആവശ്യം വരില്ല. കാരണം രാമനും റഹീമും ഒന്നാണ് എങ്കിലേ ഗാന്ധിക്ക് വേണ്ടു. കാരണം ഗാന്ധി രാമൻ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ എല്ലാവരുടെയും ഈശ്വരനായ ആരാധനാമൂർത്തിയായ ഒരു ആളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഉള്ളിലെ രാമൻ ദശരഥപുത്രനല്ല, അയോധ്യാധിപതിയല്ല, വാൽമീകിയുടെ കഥാപാത്രമല്ല, സീതാപതിയല്ല, അത് എൻ്റെ ഉള്ളിലെ സത്യബോധത്തിൻ്റെ പേരാണ്. സത്യം എന്ന് പറഞ്ഞ വേറൊരു പേരാണ് രാമൻ. അത് തന്നെയാണ് റഹീം എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി മതപൗരോഹിത്യത്തിനെതിരായിട്ട്, മതവർഗീയതക്കെതിരായിട്ട്, ഈ മതകീയതക്കെതിരായിട്ട്, ജാതി കുശുമ്പിനെതിരായിട്ട്, ഈ തരത്തിലുള്ള വിഭജനത്തിനെതിരായിട്ട് പോരാടുക എന്നുള്ളതാണ്. ആ പോരാട്ടത്തിൽ നമുക്ക് വളരെ ഊർജം തരുന്ന ഒരു പേരാണ് പവനൻ്റേത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു. ഈ സഭ അനേകം സൂചനകളിലൂടെ എന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം, ചുമതല കൊണ്ടു നടക്കാൻ എന്നെക്കൊണ്ടാവും പോലെ ഇനിയും പരിശ്രമിക്കാം എന്ന് ഞാൻ നിങ്ങളോട് ഏറ്റുപറയുന്നു. നന്ദി, നമസ്കാരം.